നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മാറാത്തത് മാറും എന്ന ടാഗ്ലൈനോട് വന്ന് BJP മൂന്നിടത്ത് താമര വിരിയിച്ചിരിക്കുകയാണ്. കഴിഞ്ഞ നാളുകളിലൊക്കെ BJP നേരിട്ടൊരു ഒരു ആക്ഷേപമുണ്ട്. താമര വിരിയും അങ്ങ് കുളത്തിൽ, അല്ലാതെ കേരളത്തിൽ വിരിയുമെന്നൊന്നും സ്വപ്നം കണ്ട, പക്ഷെ അതവർ നേടിയെടുത്തിരിക്കുകയാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രത്യേകം അഭിനന്ദിച്ചിട്ടുണ്ട്. മാത്രമല്ല ഇതൊരു ചരിത്ര നിമിഷമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഭാവിയിൽ കേരളത്തിൽ BJP സർക്കാർ വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ മൂന്നിടത്ത് വിജയം എങ്ങനെ വിലയിരുത്തുന്നു? നരേന്ദ്രമോദി അത് മാത്രമല്ല, നരേന്ദ്രമോദി ഇങ്ങോട്ടിങ്ങ് വരികയല്ലേ, മാരാർജി ഭവനിലേക്ക് വരികയാണ് വിജയികളെ അഭിനന്ദിക്കാൻ. അവിടെ കോർപ്പറേഷൻ പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം വന്നിരുന്നു. ഇപ്പോഴും വീണ്ടും വരികയാണ്. വലിയ സന്തോഷമാണ്. കാരണം മാറാത്തത് മാറും, നടക്കാത്തത് നടക്കും. ഇതൊക്കെ നടത്തുന്നവരാണ് BJPക്കാർ. നമ്മൾ എന്തെങ്കിലും പ്രതീക്ഷിച്ചു ബംഗാളിൻ്റെ മണ്ണിൽ കാവി വിരിയിക്കാൻ പറ്റുമെന്ന്, ഒരു സീറ്റെങ്കിലും അവർക്ക് എടുക്കാൻ പറ്റുമെന്ന് നമ്മൾ വിചാരിച്ചതല്ല. അത്ര ശക്തമായിട്ടുള്ള ആൻറ്റി BJP വേരോട്ടങ്ങളുള്ള മണ്ണിൽ ഇപ്പം നോക്കൂ എത്ര സീറ്റാണ്. കേരളത്തിലെ നല്ല വിസ്മയം, ബംഗാളിൽ 208 സീറ്റാണ് പിടിച്ചിരിക്കുന്നത്. ഡബിൾ ഡിജിറ്റിലേക്ക് ഒതുക്കിയിരിക്കുന്നു മമതയെ. തമിഴ്നാട്ടിലെ BJPക്ക് വേരോട്ടമില്ലെന്ന് പറഞ്ഞ് വേരോട്ടം ഉണ്ടെന്ന് ഇപ്പോൾ തെളിയിച്ചു കഴിഞ്ഞതേ ഉള്ളൊരു തുടക്കം മാത്രമാണിത്. വരാൻ പോകുന്നത് ഇപ്പം TVK എന്ന് പറയുന്ന വിജയ് മുഖ്യമന്ത്രിയായത് കുളമാവും. സിനിമാഭിനയം പോലല്ല മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത്. എന്നാൽ ചോദിക്കുക MGR ജയലളിത, അവർക്കൊക്കെ എന്ന് പറഞ്ഞാൽ പ്രായത്തിൻ്റെ ഒരു പക്വതയും ലീഡർഷിപ്പിൻ്റെ ഒരു ക്വാളിറ്റിയും ഉള്ളവർ. അതുകൊണ്ടുകൂടിയാണ് വിജയിച്ചത്. അല്ലെങ്കിൽ വൻ ദുരന്തമാവും. NTRും അതുപോലെ തന്നെ നേതൃത്വം. അദ്ദേഹം മുഖ്യമന്ത്രിയാവുന്നതിന് വളരെ മുമ്പ് തന്നെ ആന്ധ്രാപ്രദേശിൽ ആത്മഗൗരവം എന്നൊരു പ്രസ്ഥാനം കോൺഗ്രസിനെതിരെ ആരംഭിച്ചു. അത് ക്ലിക്ക് ചെയ്തു. തെലുങ്ക് മക്കളത് സ്വീകരിച്ചതിൻ്റെ ഫലം കൂടിയാണ്. അല്ലെങ്കിൽ ശരിയായിട്ട് ഭരണം നടത്താൻ പറ്റില്ല. മനസ്സിലായില്ലേ? അദ്ദേഹം വിദേശത്തെങ്ങാണ്ട് ബൈപ്പാസിന് പോയപ്പോൾ ആ സമയം നോക്കി കോൺഗ്രസ് ഗവൺമെൻറ് അദ്ദേഹത്തിനെ അട്ടിമറിച്ച് ഭാസ്കർ റാവു എന്ന് പറയുന്ന വേറൊരാളിനെ മുഖ്യമന്ത്രിയായിട്ട് നിയമിച്ചു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി കൊണ്ട്, കരിഷ്മയും കൊണ്ട് നിമിഷങ്ങൾക്ക് അത് പിൻവലിച്ച് ഭാസ്കർ റാവുവിനെ മാറ്റി NT രാമറാവുവിനെ തന്നെ വീണ്ടും മുഖ്യമന്ത്രിയാക്കേണ്ടി വന്നു. അപ്പോൾ അതൊരു കഴിവാണ്. മനസ്സിലായില്ലേ? അത് സ്വന്തമായിട്ടുള്ള ആളാണ് TVK എന്ന് എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹം അവിടെ ഒരു വലിയ അപകടം, ജനക്കൂട്ടം മൂലമുണ്ടായ ഒരു അപകടം, തൃശ്ശിനാപ്പള്ളി അല്ലേ, അവിടെ നടന്നപ്പോൾ അവിടെ നിന്ന് പലായനം ചെയ്ത് മദ്രാസിലേക്ക് ഒളിച്ചുകൂടിയ ആളാണ്. ഒരു എസ്കേപ്പിസ്റ്റാണ്. ഒരു എസ്കേപ്പിസ്റ്റിന് ഒരിക്കലും ധീരനായിട്ടുള്ള ഒരു നേതാവാകാൻ പറ്റുകയില്ല. നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ ഇത് കാണാം. ഓക്കെ, നമുക്കിപ്പോൾ വന്നത് 3 BJPയുടെ സീറ്റുകളാണ്. BJPയുടെ 3 സീറ്റുകളും താങ്കൾ നേരത്തെ പറഞ്ഞ പോലെ LDF കൈവശം വെച്ചുകൊണ്ടിരുന്നു. അതിലേറ്റവും വലിയൊരു ട്രാജഡി ഉണ്ടായത് CPIക്ക് ചാത്തന്നൂരിലാണ്. ചാത്തന്നൂർ എന്ന് പറഞ്ഞാൽ CPIയുടെ മണ്ണാണത്, സ്ഥിരം സീറ്റാണ്. ഉദാഹരണത്തിന് കഴിഞ്ഞ പ്രാവശ്യം ചാത്തന്നൂർ GS ജയലാൽ എന്ന് പറയുന്ന ആൾ അവിടെ ജയിച്ചത് 17,206 വോട്ടിനാണ്. ആ ജയലാൽ തന്നെയാണ് ഈ പ്രാവശ്യവും മത്സരിച്ചത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം ഏതാണ്ട് 4,000 കഴിഞ്ഞു വരും. എന്ന് പറഞ്ഞാൽ ഏതാണ്ട് 21,000-ലധികം വോട്ടുകൾ ഈ ഒരു 5 വർഷം കൊണ്ട് ഗോപകുമാർ അവിടെ സമ്പാദിച്ചു. 3 തവണ മത്സരിക്കുന്നു. ഈ 3-ാം തവണ ജയിക്കും. 1-ൽ പഴച്ചാൽ 3-ൽ തീരും എന്നുള്ള മട്ടിൽ അവിടെ ജയിച്ചിരിക്കുക. വളരെ ജനകീയനായിട്ടുള്ള, സാധാരണക്കാരനായിട്ടുള്ള, ജനങ്ങളോട് സ്നേഹമുള്ള ആളാണ്. അതുകൊണ്ടാണ് അദ്ദേഹം കഷ്ടപ്പെട്ട് ജയിച്ചതാണ്. ആ കഷ്ടപ്പെട്ട് ജയിച്ചപ്പോൾ അവിടുത്തെ ആളുകൾ, സ്ത്രീകളും പുരുഷന്മാരും ഉൾപ്പെടെ കരയുകയാണ്. സന്തോഷത്തിൻ്റെ അശ്രു, സന്തോഷാശ്രു. പിന്നെ നമ്മൾ വന്നാൽ അടുത്തത് വി മുരളീധരൻ ഏറെ നാളായിട്ട് തിരുവനന്തപുരത്ത് തന്നെ ക്യാമ്പ് ചെയ്തിട്ട് പ്രവർത്തനങ്ങൾ സ്വരൂപിച്ചുകൊണ്ടിരിക്കുകയാണ്, ഏകോപിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കഴക്കൂട്ടത്ത്. ഇന്നും ഇന്നലെ ഉണ്ടായ, പിന്നെ ചാത്തന്നൂരിനെ പറ്റി പറയുമ്പോൾ ഒരു കാര്യം കൂടെ. ചാത്തന്നൂർ സ്പിന്നിങ് മിൽസ്, ഞാൻ മനോരമയിലിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉദ്ഘാടനം ഞാനവിടെ പോയി റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ആളാണ്. അതൊക്കെ പോയി, ഒരു വിഭാഗം ആൾക്കാരുടെ തൊഴിലൊക്കെ ഇല്ലാതായി. അപ്പോൾ ആ ചാത്തന്നൂർ സ്പിന്നിങ് മിൽസ് അതിൻ്റെ ഗ്ലോറിയോടുകൂടി തിരിച്ചു കൊണ്ടുവരാൻ ഈ നമ്മുടെ പുതിയ MLA ഒരു ശ്രമം നടത്തണം. BB ഗോപകുമാർ ശ്രമം നടത്തണം എന്നൊരു കാര്യമുണ്ട്. അവിടുത്തെ തൊഴിലാളികളെ മറക്കരുത്, കൂലിത്തൊഴിലാളികളെ മറക്കരുത് എന്നൊരു അഭ്യർത്ഥന അദ്ദേഹത്തിനോട് പറയാൻ എനിക്കുണ്ട്. അത് കഴിഞ്ഞാൽ നമ്മൾ വരുന്നത് തീർച്ചയായിട്ടും കഴക്കൂട്ട് എന്ന് പറഞ്ഞാൽ കേരളത്തിൻ്റെ സിലിക്കോൺ വാലിയാണ്. കേരളത്തിൻ്റെ സിലിക്കോൺ വാലി ആക്കാമായിരുന്നാണ്, അതിൻ്റെ പുരോഗതി ഉണ്ടായിട്ടില്ല. തീർച്ചയായിട്ടും അവിടെ വന്നിരിക്കുന്ന മുരളീധരൻ അതൊക്കെ അറിയാവുന്ന ആളാണ്. അദ്ദേഹം കേന്ദ്രമന്ത്രിയായിട്ടിരുന്ന ആളാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് അവിടെ ശരിക്കും ഒരു സിലിക്കോൺ വാലിയാക്കി മാറ്റാനുള്ളത് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള
വേണ്ടത്ര രീതിയിലുള്ള IT കമ്പനികളൊന്നും അവിടെ വന്നിട്ടില്ലെന്നേ. ഉണ്ടെങ്കിൽ കേരളത്തിലെ ആൾക്കാർക്ക് IT കമ്പനികളിൽ തൊഴിൽ തേടി ചെന്നൈയിലും അതുപോലെ ബംഗളൂരുവിലും കൽക്കട്ടയിലും പോകേണ്ടി വരില്ലായിരുന്നു. നമ്മളത്രയും ബുദ്ധിമാന്മാരായ കുട്ടികളില്ല എന്നുള്ളത് നമ്മുടെ ഒരു അഹങ്കാരമാണ്. ആ കുട്ടികൾ IT ഫീൽഡിലോട്ടാണ് അപ്പോൾ കൂടുതൽ പേരും പോകുന്നത്. ഒരു തൊഴിലൊക്കെ ചെയ്ത് ജീവിക്കാൻ പറ്റിയത് ഇപ്പോൾ IT ഫീൽഡാണ്. വലിയ പ്രയാസമില്ലാതെ കിട്ടും, ഏതെങ്കിലും ഒരു കമ്പനി നമുക്ക് കിട്ടും. പക്ഷേ അതിൻ്റെ ആ ഇക്കോസിസ്റ്റം വിപുലപ്പെടുത്തിക്കൊണ്ട് പരമാവധി IT തൊഴിലാളിയെ, നമ്മൾ പുറത്തേക്ക് പോകുന്ന തൊഴിലാളികളെയെങ്കിലും ഇവിടെ തന്നെ നിർത്താൻ വേണ്ടിയിട്ടുള്ള സംവിധാനം ഉണ്ടാക്കണം. അതുപോലെ തന്നെ കഴക്കൂട്ടത്തുള്ള മറ്റൊന്നാണ് പലരും അറിയാത്തത്, ട്യൂബർ ക്രോപ്സ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറയുന്നത്. വലിയ അത്ഭുതകരമായ കണ്ടുപിടുത്തങ്ങൾ അതിനകത്ത് നടക്കുന്നുണ്ട്, പുറം ലോകം അറിയുന്നില്ല. മരച്ചീനിയുടെ തൊലി ഉപയോഗിച്ചുകൊണ്ട് പ്ലാസ്റ്റിക്കിന് ബദലായിട്ടുള്ള പ്രോഡക്റ്റ് അവിടെ ഗവേഷണം ചെയ്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കാർഷിക വിള വർദ്ധിപ്പിക്കുന്നതിൽ വമ്പിച്ച കണ്ടുപിടുത്തങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സ്ഥാപനവും. ഇത് ഫ്രം ലാബ് ടു ഫീൽഡ്സ്, ലാബ് ടു ലാൻഡ്. ലബോറട്ടറിയിൽ ഇരുന്നാൽ പോരാ പരീക്ഷണങ്ങൾ, മറിച്ച് അത് കർഷകനിലെത്തണം, അവൻ്റെ മണ്ണിലെത്തണം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കാർഷിക ഉൽപ്പാദനക്ഷമതയാണ് ഇല്ലാത്തതുകൊണ്ടാണ് നമ്മുടെ കൃഷി മുരടിക്കുന്നത്. അത് നമുക്ക് കേരളത്തെ തന്നെ കാർഷിക സ്വയം പര്യാപ്തമുള്ള ഒന്നായിട്ട് മാറ്റാൻ പറ്റും. കഴക്കൂട്ടത്ത് ഈ 2 സാധ്യതകളും വി മുരളീധരൻ കൊണ്ടുവരണമെന്നാണ്. അദ്ദേഹം കടകംപള്ളി സുരേന്ദ്രനെയാണ് അവിടെ ഇട്ട് പരാജയപ്പെടുത്തിയത്. ശബരിമല കൊള്ള കേസിൽ രഹസ്യമായിട്ട് SIT ചോദ്യം ചെയ്ത കടകംപള്ളി സുരേന്ദ്രൻ്റെ പൊയ്മുഖം അഴിഞ്ഞു വീണു. അയ്യപ്പനില്ലെങ്കിൽ അത് പൊളിച്ചു നീക്കി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാവുന്നത്. പിന്നെ നമ്മൾ വരുന്നത് നേമത്തേക്കാണ്. നേമത്ത് ചതിച്ചതിന്, BJPയെ ചതിച്ചതിന് പകരം ഇപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വീട്ടി. അവസാന വട്ടത്തിൽ തീരദേശത്തേക്ക് പോകുമ്പോഴാണല്ലോ എപ്പോഴും പരാജയം ഏറ്റുവാങ്ങുക. ഈ പ്രാവശ്യം അവിടേക്ക് പോയപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം വർദ്ധിച്ചു. എങ്ങനെ വർദ്ധിച്ചു? വർദ്ധിച്ചത് മറ്റൊന്നും കൊണ്ടുമല്ല, അവിടെ മുനമ്പത്തെ മത്സ്യത്തൊഴിലാളികൾ തന്നെ, ഹിന്ദുക്കളൊന്നുമല്ല അവർ, ക്രിസ്ത്യാനികൾ തന്നെ നേരിട്ട് ഇവിടെ വന്നിട്ട് പറഞ്ഞു, മുനമ്പം നമുക്ക് നമ്മുടെ മണ്ണ് നഷ്ടമാകുന്ന അവസരത്തിൽ, മണ്ണെന്ന് പറയുന്ന ഒരു കർഷകൻ്റെ, നമ്മുടെ മനുഷ്യൻ്റെ ഒരു വികാരമാണ് മണ്ണ്. ചെറുകാട് ഒരു നോവൽ പോലും എഴുതിയ മണ്ണെന്നാണ് അതിന് പേര്. AKG എഴുതിയ ആത്മകഥയുടെ പേര് മണ്ണിനു വേണ്ടി എന്നാണ്. അമരാവതി സമരമൊക്കെ നടത്തിയ ആളാണ് അദ്ദേഹം. അപ്പോൾ ഇടുക്കിയിലാണത്, കുടിയേറ്റക്കാരുടെ പ്രശ്നത്തിന് വേണ്ടി. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള വൈകാരികമായിട്ടൊരടുപ്പ്. ആ സ്വന്തം മണ്ണ് നിങ്ങളുടേതല്ല. ഇന്നലെ വരെ നിങ്ങൾ കരം കൊടുത്തുകൊണ്ടിരുന്ന മണ്ണ് നിങ്ങളുടേതല്ല, കരം കൊടുക്കാൻ സമ്മതിക്കുന്നില്ല. അതിനൊക്കെ ഒരു ചേഞ്ച് വരുത്തിയത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വഖഫ് ഭേദഗതി ബില്ലാണ്. ഒപ്പം നിന്നത് BJPയാണ് എന്ന് പറഞ്ഞവരെ മനസ്സിലാക്കി. അതിൻ്റെ ഫലമായിട്ടാണ് ആ തീരദേശത്തുള്ള തൊഴിലാളികൾ, അവരുടെ മത്സ്യത്തൊഴിലാളികൾ, അവരുടെ വോട്ട് രാജീവ് ചന്ദ്രശേഖറിന് കൊടുത്തത്. മനസ്സിലായോ? അതുകൊണ്ടാണ് അവസാന റൗണ്ടിൽ രാജഗോപാൽ പാർലമെൻറ്റിലേക്ക് മത്സരിച്ചപ്പോൾ പരാജയപ്പെട്ടതുപോലൊരു പരാജയം ഇദ്ദേഹത്തെ ബാധിക്കാതിരുന്നത്. രാജീവ് ചന്ദ്രശേഖർ വിജയശ്രീ ലാളിതനായിട്ട് അസംബ്ലിയിലേക്ക് വരിക. കാര്യങ്ങൾ അറിയാവുന്ന 2 കേന്ദ്രമന്ത്രിമാരും കർഷകൻ്റെ, മനസ്സിലായില്ലേ, മണ്ണിൻ്റെ ആൾക്കാരെ അറിയാവുന്ന BB ഗോപകുമാറും. അപ്പോൾ കാർഷിക പശ്ചാത്തലമുള്ളവരെ, ടെക്നോക്രാറ്റായിട്ട് പരിചയമുള്ളവരെ ഒരു മന്ത്രി. അതുപോലെ തന്നെ നമ്മുടെ IT മേഖലയെ വിദേശത്തു നിന്നുള്ള ആ വ്യവസായികളുടെ എന്ന് പറഞ്ഞാൽ IT മേഖലയിലെ വ്യവസായികളുടെ വരവോടുകൂടി കുറച്ചുകൂടി സമ്പന്നമാക്കാൻ കഴിവുള്ള ഒരു MLA. ഇങ്ങനെ 3 MLAമാരാണ് വരുന്നത്. ഇപ്പോൾ കൃഷി, സേവന ഇൻഡസ്ട്രി, അതുപോലെ തന്നെ അല്ലാത്ത കർഷകർക്ക് ഫലപ്രദമായ രീതിയിലുള്ള ഗവേഷണം നടക്കുന്ന സ്ഥാപനം, അതിനെയൊക്കെ ദേശ സഹായത്തോടു കൂടിയാണെങ്കിൽ അങ്ങനെ അഭിവൃദ്ധിപ്പെടുത്താൻ കഴിയുന്ന ഒന്നിൻ്റെ പ്രോത്സാഹനത്തിനും പുരോഗതിക്കും വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്ന ആൾക്കാരാണ് ഇവർ. 3 പേരും കൂടി വരുന്നത് തന്നെ തീർച്ചയായിട്ടും കേരളത്തിൻ്റെ കാർഷിക, സേവന വ്യവസായ, അതുപോലെ തന്നെ അല്ലാത്ത വ്യവസായത്തിൻ്റെയും, അത് രാജീവ് ചന്ദ്രശേഖറാണ്, അല്ലാത്ത വ്യവസായത്തിൻ്റെയൊക്കെ വരവിന് വേണ്ടി സഹായിക്കാൻ കഴിയുന്ന ആളും. കഴിവ് അപാരമാണ് അദ്ദേഹത്തിൻ്റെത്.
അത് തീർച്ചയായിട്ടും കഴിയും. തന്നെയല്ല, ആ സമയത്തും ഈ മത്സ്യത്തൊഴിലാളികളോട് നീതി പുലർത്തണം. മുതലപ്പൊഴി സംഭവം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളിൽ പെട്ടുഴലുന്നവരാണ് നമ്മുടെ തീരദേശത്തെ റിസ്ക് എടുത്ത് ജീവിക്കുന്ന, കേരളത്തിൽ റിസ്ക് എടുത്ത് ജീവിക്കുന്ന ഒരു വിഭാഗമാണ് ഈ മത്സ്യത്തൊഴിലാളികൾ. നമ്മുടെ പ്രളയത്തിന് സ്വന്തം ജീവൻ പോലും തൃണവൽഗണിച്ച് പരിഗണന നൽകിയ ആൾക്കാരാണ്. അപ്പോൾ അവരോടുള്ള പരിഗണനയും വിടരുത്. കാരണം കഴിഞ്ഞ ദിവസം പ്രധാനമന്ത്രി പ്രസംഗിച്ചപ്പോൾ, ഈ വിജയ ആഹ്ലാദ പ്രകടനത്തിൽ പ്രസംഗിച്ചപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പറഞ്ഞു അദ്ദേഹം. അതുപോലെ തന്നെ മച്ചുവാട എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുപോലെ തന്നെ കൽക്കട്ടയിൽ പോയപ്പോഴും മത്സ്യത്തൊഴിലാളികളുടെ കാര്യം പ്രത്യേകം പറഞ്ഞു. ഈ ഗവൺമെൻറ്റാണ്, മോദിയുടെ ഗവൺമെൻറ്റാണ് ആദ്യമായിട്ട് മത്സ്യ സമ്പത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മത്സ്യത്തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വകുപ്പ്, ഫിഷറീസ് എന്ന് പറയുന്ന ഒരു വകുപ്പ് കേന്ദ്രത്തിൽ കൊണ്ടുവന്നു. കേന്ദ്രത്തിൽ ആദ്യമായിട്ട് സ്ഥാപിച്ചത് അദ്ദേഹം തന്നെയാണ്. വി ദിനകരൻ്റെ നേതൃത്വത്തിലുള്ള കേരള മത്സ്യത്തൊഴിലാളി യൂണിയൻ്റെ ജൂബിലി ആഘോഷങ്ങൾക്ക് വന്നിട്ട് തിരിതെളിച്ചതും ഈ മോദി തന്നെയാണ്. അപ്പോൾ അവരുമായിട്ടൊരു ബീഹാറിൽ BJPയുടെ വിജയത്തിന് പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചത് മത്സ്യത്തൊഴിലാളികളായിരുന്നു. അപ്പോൾ അങ്ങനെ കടലിൻ്റെ മക്കളുമായിട്ടുള്ള ഒരു ബന്ധം ഇപ്പോൾ വീണ്ടും രാജീവ് ചന്ദ്രശേഖറിലൂടെ പുനരാവിഷ്കരിച്ചിരിക്കുകയാണ് കേരളം. അപ്പോൾ അവരുടെ ക്ഷേമം, അവർ വളരെ പട്ടിണി കിടക്കുന്ന ഒരു വിഭാഗമാണ്. റേഷൻ ഒക്കെ കൊടുക്കാനുണ്ട് പട്ടിണിക്കാലത്ത്. കാലാവസ്ഥയുടെ ഈ മോശം കാരണം മത്സ്യമില്ല കടലിൽ, പട്ടിണി പലപ്പോഴും കിടക്കേണ്ടി വരും. അപ്പോൾ ആ പ്രശ്നങ്ങളിലൊക്കെ എല്ലാം തിരിച്ചറിഞ്ഞ്, ജനങ്ങളുടെ പ്രശ്നങ്ങൾ തിരിച്ചറിഞ്ഞ് സംസാരിക്കാൻ കഴിയുന്ന ഒരാളാണ് രാജീവ് ചന്ദ്രശേഖർ എന്നുള്ളതും നമ്മൾ ഈ വ്യവസായം വരുന്നതോടൊപ്പം ഓർക്കേണ്ടതാണ്. അപ്പോൾ എന്തായാലും 3 ഇടത്ത് താമര വിരിഞ്ഞിരിക്കുകയാണ്. അത് മാത്രമല്ല, പ്രധാനമന്ത്രി പറഞ്ഞൊരു കാര്യമുണ്ട്, 10 വർഷത്തെ ദുർഭരണത്തിന് ഫലമാണ് ഇപ്പോൾ കോൺഗ്രസിന് അനുകൂലമായിട്ട് മാറിയത്. മാത്രമല്ല, വൈകാതെ കോൺഗ്രസും ഈ കേരളത്തിലെ ജനങ്ങൾ കോൺഗ്രസിനെയും തിരിച്ചറിയും, അതിലൂടെ BJP സർക്കാർ വരും എന്നൊക്കെയാണ് പ്രധാനമന്ത്രിയുടെ പ്രതീക്ഷ. ഇപ്പം 3 നേടാമെങ്കിൽ അങ്ങനെ ഒരു സാധ്യതയിലേക്ക് ഒരു കൈയകലത്താണ് നിൽക്കുന്നത് BJP നിൽക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? 5 വർഷം കഴിയുമ്പോൾ എങ്ങനെയായിരിക്കും കാര്യങ്ങൾ? എന്ത് തോന്നുന്നു സാറിന്? 5 വർഷം കഴിയുമ്പോൾ BJP വളരും, CPM വീണ്ടും ശോഷിക്കും. കോൺഗ്രസ് ഞാൻ ഈ പറഞ്ഞ പോലെ അഴിമതി അതുപോലുള്ള കാര്യങ്ങൾ, സ്വകാര്യ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പാര വയ്ക്കും. സർക്കാർ ജീവനക്കാരെ പോലെ പാര വെച്ച് അത് കുളമാവും, ഗ്രൂപ്പിസമാവും, വഴക്കാവും. ഈ 5 വർഷം എന്ന് പറഞ്ഞാൽ 5 വർഷം പൂർത്തിയാക്കുമെന്ന കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. എന്തുകൊണ്ടാണ്? കാരണം ഇതിൻ്റെ ഭാരം കൂടുന്തോറും ഒരു സ്ട്രക്ചർ തകരാനുള്ള സാധ്യത കൂടുകയാണ്. ഇപ്പോൾ എണ്ണം കുറവായിരുന്നെങ്കിൽ അവർ മര്യാദയ്ക്ക് ഭരിച്ചു പോയില്ലേ. എണ്ണം കൂടുതലുള്ളതിൻ്റെ ഒരു ധാർഷ്ട്യം VD സതീശനാണ് മുഖ്യമന്ത്രിക്ക്, അത് തീർച്ചയായിട്ടും ഉണ്ടാവും. അദ്ദേഹത്തെ കുഴപ്പത്തിലാക്കും. ഇപ്പോൾ തന്നെ വെള്ളാപ്പള്ളി നടേശനും അതുപോലെ തന്നെ സുകുമാരൻ നായരും ഇപ്പം നോക്കിയിരിക്കുക VD സതീശനെന്ന് വീഴ്ത്താൻ വേണ്ടിയിട്ട്. അദ്ദേഹമാണ് മുഖ്യമന്ത്രിയെങ്കിൽ അവർക്ക് പാരകൾ വയ്ക്കാൻ ധാരാളമായിട്ട് കാര്യങ്ങളുണ്ടായിരിക്കും, അതുണ്ടാവും. ഇപ്പോൾ തന്നെ പറയുന്നുണ്ട് ജമാഅത്തെ ഇസ്ലാമി ആയിരിക്കും ഇവിടെ കേരളം ഭരിക്കാൻ പോകുന്നു എന്ന് പറയുന്നുണ്ട്. ഇപ്പോൾ മുസ്ലിം ലീഗാണ് മുഖ്യമന്ത്രി തീരുമാനിക്കുന്നതെന്ന് പറയാൻ പഴുദോഷം കേൾക്കാനിടയായിട്ടുണ്ട്. ആ മുഖ്യമന്ത്രി ആരാണ്? VD സതീശൻ. ഒരു സംശയത്തിൻ്റെ ദൃഷ്ടിയോടെ കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ 3 കോടിയിലധികം ജനങ്ങൾ VD സതീശനെ അതുകൊണ്ട് കാണൂ. അപ്പോൾ അത് ചെറിയ ലാഭം ഉണ്ടാക്കുമെങ്കിലും ഭീകരമായ നഷ്ടം സതീശനുണ്ടാക്കാൻ പോകും, സംശയമില്ല. BJPക്ക് എന്തൊക്കെയായിരിക്കും അനുകൂലമായി മാറിയത്? കേരളത്തിലൊരു വേരോട്ട് അത് ഒരു അസാധ്യമെന്ന് കരുതിയിരുന്ന കാര്യം സാധ്യമാക്കി എടുത്തുവെങ്കിൽ എന്തൊക്കെയായിരിക്കും അനുകൂലമായിട്ട് മാറിയത് BJPക്ക് ഈ 3 ഇടങ്ങളിൽ? അതായത് ഒരു നറേറ്റീവ് നമ്മൾ സൃഷ്ടിച്ചു വെച്ചിരുന്നു. BJP എന്ന് പറയുന്ന അന്യമതങ്ങൾക്കെതിരാണ്, മാംസാഹാരത്തിനെതിരാണ്, മത്സ്യത്തിനെതിരാണ് എന്നൊക്കെയാണ് മമതാ ബാനർജി അതാ പ്രചരിപ്പിക്കാൻ ശ്രമിച്ചു. പൊളിച്ചു കൊടുത്തു. സ്മൃതി ഇറാനി ക്യാമറയ്ക്ക് മുമ്പിൽ വന്ന് ഇരുന്നുകൊണ്ട് മത്സ്യം കഴിച്ചു, ഹിൽസ മത്സ്യം. ഞങ്ങളിതിനെതിരൊന്നുമല്ല എന്ന് പറഞ്ഞു. മാംസത്തിന് ഞങ്ങളിതിരൊന്നുമല്ല കഴിക്കുന്നതിന്, ഇതൊക്കെ ചുമ്മാ പ്രചാരണമാണെന്നുള്ള പൊളിച്ചടുക്കി കൊടുത്തു. ഞങ്ങൾ പ്യൂർ വെജിറ്റേറിയൻസ്, അങ്ങനെയൊന്നുമില്ല. ബംഗാളിലെ എല്ലാ ബ്രാഹ്മണരും കഴിക്കുന്നതാണ് മത്സ്യം, മനസ്സിലായില്ലേ? അപ്പോൾ അങ്ങനൊരു സംഭവം നറേറ്റീവിനെ ഒരു പൊളിച്ചടക്കി കേരളത്തിലും. ഇത് മറ്റു മതങ്ങളെല്ലാം ഇവിടുന്ന് ഓടിക്കുന്ന പാർട്ടിയാണ് എന്നാണ് നറേറ്റീവ് പറഞ്ഞു വെച്ചാൽ പലരും പേടിച്ചു പോയി. എന്നോട് തന്നെ ചോദിച്ചു, ഇനിയിപ്പം BJP ഒക്കെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ? എൻ്റെടാ മോനെ, വേറെ ഏത് പാർട്ടി വന്നാലും ജീവിക്കുന്നതിനേക്കാൾ നന്നായിട്ട് എനിക്ക് ജീവിക്കാം. അതിൻ്റെ ജെന്യുവൻ ഭയമാണ്. ഒരു മുസ്ലിം കുട്ടിയോട് പറയുക നിനക്ക് ജീവിക്കാം പറഞ്ഞവൻ്റെ മനസ്സിൽ കിടക്കുകയാണ് ഈ CPM ഉണ്ടാക്കി വെച്ച ഭയം. അതുകൊണ്ട് അതിൽ നിന്ന് അഭയം ഞങ്ങളാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് വോട്ട് ചെയ്യുക. ഒരു കച്ചവടമായിരുന്നു അത്. പേടിയെ ജനങ്ങളുടെ ഉള്ളിൽ ഭീതി വിതച്ചുകൊണ്ട് കച്ചവടം നടത്തി. അതിനുള്ള തിരിച്ചടിയാണ് ഇപ്പോൾ CPMന് കിട്ടിയിരിക്കുന്നത്. ആ നറേറ്റീവ് അങ്ങനെ ചെയ്യാമോ?
ഒരു മനുഷ്യത്വം വേണ്ടേ? രാഷ്ട്രീയം അവിടെ നിൽക്കട്ടെ, ഒരു മനുഷ്യത്വം വേണ്ടേ? അങ്ങനെ ആളുകളെ ഭയപ്പെടുത്തി എല്ലാവരെയും BJPക്ക് എതിരാക്കി മാറ്റി. ഈ ഹിന്ദുക്കളും അത് വിശ്വസിച്ച് മറ്റ് മതക്കാരെ ഇവിടുന്ന് ഓടിക്കുന്ന ആ സമ്പ്രദായത്തോട് വിശാല ഹിന്ദു എന്ന് പറയുന്നത് ഒരിക്കലും യോജിക്കില്ല. കാരണം ഐക്യത്തോടും സ്നേഹത്തോടും സാഹോദര്യത്തോടും കഴിയാനാണ് അവരാഗ്രഹിക്കുന്നത്. അങ്ങനെയാണ് RSSനെയും BJPയും അവർ പറയുന്നത്. അവർ പറയുന്നു ഹിന്ദുക്കളാണ് ഭൂരിപക്ഷം പറയുന്നത്. CPMനോടൊപ്പം ചേർന്നതുകൊണ്ട് RSSകാരുടെ തലവെട്ടിയതെല്ലാം ഹിന്ദുക്കളാണ്. മനസ്സിലായില്ലേ? അല്ല മുസ്ലിങ്ങളോ ക്രിസ്ത്യാനികളോ അല്ല. ആ ഒരു മുൻവിധി ഇപ്പം മാറിയിരിക്കുന്നു. BJP മറ്റെല്ലാ കക്ഷികളെയും പോലെ അതിനേക്കാൾ അപ്പുറം മതേതരത്വം പുലർത്തുന്ന കക്ഷിയാണ്. BJPയെ വിശ്വസിക്കാം, മറ്റുള്ളവരെ വിശ്വസിക്കാൻ പറ്റില്ല. കൂടിയ വഞ്ചനങ്ങളാണ് പറയുന്നത്. BJPയെ വിശ്വസിക്കാം. നിങ്ങൾ മുസ്ലിങ്ങളെ എതിർക്കണമെങ്കിൽ എതിർത്ത് തന്നെ പറയും. അല്ല ഉള്ളിൽ പകയും വെച്ചുകൊണ്ട് അകത്ത് കത്തിയും പുറത്ത് പത്തിയും എന്നുള്ളൊരു സമീപനമില്ല. ഡബിൾ സ്റ്റാൻഡേർഡ്, അതിൽ ഹിപ്പോക്രസി ഇല്ല എന്നിപ്പോൾ എല്ലാവർക്കും ബോധ്യമായി. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ളൊരു വിധിയെഴുത്താണ് വന്നിരിക്കുന്നത്. അതിൻ്റെ ആ സ്റ്റിഗ്മ അങ്ങ് മാറിക്കിട്ടി മുൻവിധി. ഇനിയിപ്പോൾ എളുപ്പമായിരിക്കും അതിന് വളരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നിയമസഭയിൽ നമുക്ക് കാണാം എങ്ങനെയാണ് BJPയുടെ പ്രകടനമെന്ന് വരും ദിവസങ്ങളിൽ കാത്തിരുന്ന് കാണാം.